വചനം വചനം ത്രിയേക ദൈവമം വചനം. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈ ഞായറാഴ്ച നമ്മൾ ധ്യാനചിന്തയ്ക്ക് വിധേയമാക്കുന്നത് ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ എന്ന ക്രിസ്തുനാഥൻ്റെ തിരുവചനങ്ങളാണ്. പെരുമ്പടവം ശ്രീധരൻ മേനോൻ്റെ മനോഹരമായ ഒരു ചെറുകഥയിലെ ഒരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രം എപ്പോഴും എല്ലാവരോടും ചോദിക്കുന്നൊരു ചോദ്യമാണ്, സമയം എത്രയായി? പലരോടും ചോദിക്കുന്നുണ്ട്, പക്ഷേ കൃത്യമായ സമയം അയാൾക്ക് ലഭിക്കുന്നില്ല. അവസാനം അദ്ദേഹം തൻ്റെ കാമുകിയോട് ചോദിച്ചാൽ കൃത്യമായ സമയം അറിയാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കാമുകിയോട് പോയി സമയം ചോദിക്കുന്നു. അവൾ പറഞ്ഞുവെങ്കിലും അതിലും തൃപ്തനാകാതെ ഇരിക്കുന്ന ഈ മനുഷ്യനോട് അവൾ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ ഒരു വാച്ച് കടയിൽ ചെന്ന് സമയം അന്വേഷിക്കുവിൻ, അവിടെ നിങ്ങൾക്ക് കൃത്യമായ സമയം അറിയാൻ സാധിക്കും. അദ്ദേഹം വാച്ച് നന്നാക്കുന്ന ഒരു കടയിൽ ചെന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് കൂടുതൽ പ്രയാസം അനുഭവപ്പെട്ടത്. വിവിധ തരത്തിലുള്ള ക്ലോക്കുകൾ അവിടെ തൂക്കിയിട്ടുണ്ട്. ചിലത് നിശ്ചലമാണ്, ചിലതാകട്ടെ ശീഘ്രം ചലിച്ചുകൊണ്ടിരിക്കുന്നു, ചിലതാകട്ടെ മന്ദഗതിയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം അവസാനം വാച്ച് നന്നാക്കുന്ന ആളോട് ചോദിച്ചു, കൃത്യമായ സമയം ഇപ്പോൾ എന്താണ്? തൻ്റെ ലെൻസ് കൺപോളകൾക്കിടയിൽ ഇറക്കി വെച്ചുകൊണ്ട് ആ മനുഷ്യൻ തലയുയർത്തി ആ ചോദ്യത്തിലേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു, നിൻ്റെ സമയം അത് നീ തിരഞ്ഞെടുക്കുന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ചില തിരഞ്ഞെടുപ്പുകളാണ് ജീവിതത്തെ നിർണ്ണയിക്കുന്നത്. ചില വ്യക്തികളെ നമുക്ക് കാണാം, ജീവിതത്തിൽ അവരെടുക്കുന്ന ചില തീരുമാനങ്ങൾ, ചില തിരഞ്ഞെടുപ്പുകൾ, അത് വേദനയാണെന്നറിഞ്ഞിട്ടും അത് ദുഃഖമാണെന്നറിഞ്ഞിട്ടും ത്യാഗമാണെന്നറിഞ്ഞിട്ടും തനിക്ക് വേണ്ടിയോ അപരന് വേണ്ടിയോ അവർ സ്വയം സ്വീകരിക്കുകയാണ്. ഇനി അവർക്ക് സുഹൃതങ്ങളാണ് ബാക്കിയായിട്ടുള്ളത്. ഇന്ന് വചനം നമ്മോട് പറയുന്നതും ഈ ഒരു തെരഞ്ഞെടുപ്പിനെക്കുറിച്ചാണ്. ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ്. ഇതിൻ്റെ വചന പശ്ചാത്തലം വളരെ മനോഹരമാണ്. ഈശോ ഇത് പറയുമ്പോൾ നമ്മൾ കാണുന്നത്, ഈശോ പഠിപ്പിച്ചുകൊണ്ട് പട്ടണങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് അതിൽ ജെറുസലേമിലേക്ക് തൻ്റെ യാത്ര തുടരുകയാണ്. ജെറുസലേം നമുക്കറിയാം, ക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണത്തിൻ്റെ ഒരു സ്ഥലമാണ്. ഈ ജെറുസലേം ദേവാലയത്തിലാണ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകൾ തീരേണ്ടതെന്ന ബോധ്യത്തോടു കൂടിയാണ് ഈശോ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഇടുങ്ങിയ വഴിയിലൂടെ പ്രവേശിക്കുന്നെന്ന ഈ വചനം നമ്മോട് പറയുന്നത്. ജെറുസലേം ദേവാലയത്തിൽ നമുക്ക് മറ്റൊരു ഓർമ്മ കൂടി തരുന്നുണ്ട്. പെസഹ കാലഘട്ടത്തിൽ ദൈവത്തിന് ബലിയർപ്പിക്കുവാനായിട്ട് അനേകം യഹൂദർ ഒരുമിച്ച് കൂടുമ്പോൾ ന്യൂനമറ്റ കുഞ്ഞാടിനെ ബലിയർപ്പിക്കണമെന്ന് പറയാറുണ്ട്. അതിന് അവർ ഈ ന്യൂനതയില്ലാത്ത കൊഴുപ്പേറിയ കുഞ്ഞാടിനെ നിർണ്ണയിക്കുവാനായിട്ട് ഒരിടുങ്ങിയ വഴിയിലൂടെ അതിനെ കടത്തിവിടുന്നുണ്ട്. തിക്കി ഞെരുങ്ങിപ്പോയതിനാണ് അവർ സ്വീകരിക്കപ്പെടുന്നത്. അതാണ് ന്യൂനമറ്റ മേധസ്സുള്ള കുഞ്ഞാടെന്ന്. പ്രിയമുള്ളവരെ, ഈശോയും ഒരു നാൾ ഈ ഒരു തിക്കി ഞെരുങ്ങിയ ജീവിത സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് പിന്നെ ദൈവത്തിൻ്റേതായിട്ട് മാറപ്പെടുകയാണ്. ഇടുങ്ങിയ വാതിലിലൂടെ വഴിയിലൂടെ പ്രവേശിക്കുന്നവരെല്ലാം അത് കടന്നു കഴിയുമ്പോൾ ആകപ്പെടുന്നത് ദൈവത്തിൻ്റേതാണ്. ഈ ഒരു ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഇന്ന് നമുക്ക് തരുന്ന സന്ദേശം, നമുക്ക് ചുറ്റുപാടുമുള്ള വിസ്തൃതമായ വഴിയാണോ എനിക്ക് താല്പര്യം, അതോ ഇടുങ്ങിയ വഴിയാണോ എനിക്ക് താല്പര്യം? ഇന്നത്തെ ചിന്ത നമ്മൾ ഈ ഒരു ദിശയിലേക്ക് കടത്തിവിടുകയാണ്. നിങ്ങൾക്ക് ട്രസ്റ്റ് കാന്തോസിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് വിസ്തൃതമായ വഴികൾ തിരഞ്ഞെടുത്ത ചിലരെ നമുക്ക് പരിചയപ്പെടാം.
വിശുദ്ധ അഗസ്ത്യൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ വിസ്തൃതമായ വഴി എന്ന് പറയുന്നത് വിജ്ഞാനമായിരുന്നു. വിജ്ഞാനമാണ് എല്ലാം എന്ന കരുതിയിരുന്ന ഒരു വിശുദ്ധൻ അവസാനം ഈ തലയിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്. അന്ന് അവൻ ദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാ വിജ്ഞാനത്തിൻ്റെ ഉറവിടം ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ് അവൻ പറയുന്നു, എത്ര വൈകി ദൈവമേ നിന്നെ അറിയുവാൻ. ആ വിസ്തൃതമായ വിജ്ഞാനത്തിൻ്റെ വഴിയിൽ നിന്ന് അവൻ ഹൃദയം കൊണ്ട് അളക്കുന്ന ദൈവത്തിൻ്റെ വഴിയിലേക്ക് കടന്നു വരികയാണ്. വിശുദ്ധ അൽഫോൻസസ് ലിഗോരിയെ നിങ്ങൾക്കെല്ലാവർക്കും പരിചിതമുണ്ടാകും. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജോലിയായിരുന്നു വിസ്തൃതമായ വഴി. ഒരു അഡ്വക്കേറ്റായിട്ട് വളരെയേറെ സക്സസ്ഫുൾ ലൈഫ് ജീവിച്ചിരുന്നൊരു മനുഷ്യൻ അവസാനം ഒരു കേസിൽ അദ്ദേഹം തോൽക്കുകയുണ്ടായി. പ്രതിഭാഗം അദ്ദേഹത്തിൻ്റെ തന്നെ ഡോക്യുമെൻ്റ് ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആ കേസിൽ അദ്ദേഹത്തെ തോൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ അൽഫോൻസസ് ലിഗോരി പറയുന്നുണ്ട്, ഈ ലോകം മായയാണ്. അദ്ദേഹം ഒരു ഉൾവിളി ശ്രവിക്കുകയാണ്. ആ ഉൾവിളി കർത്താവിൻ്റെ പൗരോഹിത്യത്തിലേക്കുള്ളൊരു ഉൾവിളിയായിരുന്നു. അത് അവൻ്റെ ഇടുങ്ങിയ വഴിയിലൂടെയുള്ള തെരഞ്ഞെടുപ്പായിരുന്നുവെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. വിശുദ്ധ അൽഫോൻസ നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു വിശുദ്ധയാണല്ലോ. അവളെ സംബന്ധിച്ച് വളരെ മനോഹരിയായിട്ടുള്ള ഒരു സ്ത്രീ, കുഞ്ഞുനാളിൽ തന്നെ എല്ലാവരും ആകർഷിക്കപ്പെട്ട ഒരു സ്ത്രീ. പക്ഷേ അവൾക്കിഷ്ടം യേശുവിനെ മണവാളനായിട്ട് സ്വീകരിക്കുക. അപ്പോൾ സൗന്ദര്യമാകുന്ന ആ വിസ്തൃത വഴിയിൽ നിന്ന് അവൾ ഉമിത്തീയുടെ നെരിപ്പോടിലേക്ക് തന്നെ സമർപ്പിച്ചുകൊണ്ട് അവൾ യേശുവിൻ്റെ മണവാട്ടിയായിട്ട് മാറുകയും വിശുദ്ധിയായി മാറപ്പെടുകയും ചെയ്തു. അവളുടെ രോഗങ്ങൾ അവൾക്ക് ഇടുങ്ങിയ വഴിയായിരുന്നു, ക്രിസ്തുവിലേക്കുള്ള ഒരു വഴിയായിരുന്നു. നമുക്ക് റോസ വെനറിനി എന്ന് പറയുന്ന വിശുദ്ധയെ നമുക്കറിയാം. നമ്മുടെ വെനറിനി സിസ്റ്റേഴ്സ് അവരുടെ ഫൗണ്ടറായി കണക്കാക്കപ്പെടുന്ന ഒരു വിശുദ്ധയാണ്. ഈ വിശുദ്ധയുടെ ജീവിതത്തിൽ വളരെയേറെ ഒരു ക്ലാഷായ നിമിഷങ്ങളുണ്ട്. തനിക്കൊരു സന്യസ്തയാകണമോ അതോ ഒരു അൽമായ ആയിട്ട് തന്നെ തനിക്ക് ഈ ലോകത്ത് സേവനം ചെയ്യണമോ? റോസയുടെ ഒരുപക്ഷെ ആ വിസ്തൃതമായ വഴിയെന്ന് പറയുന്നത്, കംഫർട്ടബിളായിട്ടുള്ള വഴിയെന്ന് പറയുന്നത് സന്യാസത്തിലേക്ക് പ്രവേശിച്ച് ജീവിക്കുക. പക്ഷേ അവളുടെ സ്പിരിച്വൽ ഫാദറായ ഇഗ്നേഷ്യസ് മാർട്ടിനെല്ലി എന്ന് പറയുന്ന ആ ഒരു വൈദികൻ്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് അവൾ ഒരു അൽമായ ആയി നിന്നുകൊണ്ട് തന്നെ പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി ഒത്തിരിയേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പണിത് അവരെ ഈ ലോകത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കുകയും അതിലൂടെ അവൾ വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കിതേപോലെ ഒത്തിരി ദൃഷ്ടാന്തങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ നമുക്കുള്ള ചലഞ്ചും ഇത് തന്നെയാണ്. വിസ്തൃതമായതിനെ ഉപേക്ഷിച്ച് ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കുക. ഈശോ പറഞ്ഞില്ലേ, സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി അത് ഞെരുക്കമുള്ളതാണ്. അതേ ഈശോ തന്നെ വചനത്താൽ പറയുന്നുണ്ട്, സ്വർഗരാജ്യം ബലവശമത്രേ. അപ്പോൾ നമ്മിൽ നിന്ന് ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കുറേ കൂടി എൻ്റെ പരിശ്രമങ്ങളെ സ്വർഗരാജ്യത്തെ സ്വീകരിക്കുവാൻ തക്കവിധം ഞാൻ വിനിയോഗിക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, സ്വർഗരാജ്യം ബലവശമായിട്ട് മാറുമ്പോൾ അതിനെ നമ്മുടെ ജീവിതത്തിലെ കുറേ കൂടി സഹനങ്ങളിലൂടെയും കുറേ കൂടി ജീവിതത്തിലെ ചില തിരഞ്ഞെടുപ്പുകളിലൂടെയും നമ്മൾ മുന്നേറണമെന്ന് ഓർമ്മിപ്പിക്കുക. പൗലോസ് അപ്പോസ്തലൻ ഇതിന് പറയുന്ന വാക്ക്, ഒരു ഈറ്റുനോവിലൂടെ ഞാൻ കടന്നു പോകണം. എന്നിൽ ക്രിസ്തു രൂപീകൃതമാകുവോളം ഞാനൊരു ഈറ്റുനോവിലൂടെ കടന്നു പോകണം. ഈ ഒരു ഈറ്റുനോവ് തന്നെയാണ് ഒരു ഇടുങ്ങിയ വാതിൽ. അതുകൊണ്ട് ഈശോ ഇന്ന് നമ്മെ ക്ഷണിക്കുന്നത് ഒരു നിത്യജീവനിലേക്കുള്ള കവാടമാണ്. വാതിൽ അത് തുറക്കുവാനാണല്ലോ. തുറക്കുന്നത് അത് ആരിലേക്കോ പ്രവേശിക്കുവാനാണല്ലോ. ഈശോ പറയുന്നുണ്ട്, ഞാനാണ് വാതിൽ. നമുക്ക് ക്രിസ്തുവാകുന്ന, ക്രിസ്തു ജീവിതമാകുന്ന, ക്രിസ്തു മൂല്യമാകുന്ന, ക്രിസ്തു വചനമാകുന്ന വാതിലൂടെ കടന്നുകൊണ്ട് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കട്ടെ. അതിന് നമുക്ക് ദൈവത്തിൻ്റെ കൃപ യാചിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.